സംസ്ഥാനത്തെ ഏറെ ദുരിതത്തിലാക്കിയ നിപ്പ വൈറസ് വീണ്ടും വന്നോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ജീവനുകൾ കവർന്ന ഈ വൈറസ് ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. സന്മനസ്സുള്ള ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരുടെയും അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുമാണ് നാം അതിനെ നേരിട്ടത്. ലിനി എന്ന നഴ്സും ഇന്ന് ഒരു വേദനയായി മനസ്സിൽ കിടക്കുന്നുണ്ട്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്താൽ നാം ഒരിക്കൽ അതിനെ അതിജീവിച്ചു. ഇപ്പോൾ ഇതാ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധയെന്ന സംശയം ഉടലെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 14-കാരനാണ് നിപ്പ ബാധിച്ചതായി സംശയിക്കുന്നത്. ഇന്നലെയാണ് നിപ്പ രോഗലക്ഷണത്തോടെ കുട്ടിയെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റിയത്. കുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 14-കാരനാണ് നിപ്പ ബാധിച്ചതായി സംശയിക്കുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, നിപ്പ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ, സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ, മലപ്പുറം കോഴിക്കോട് DMOമാർ, ജില്ലാ സർവൈലൻസ് ഓഫീസർമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾമാർ, സൂപ്രണ്ടുമാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. അന്തിമ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ സുരക്ഷാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ എല്ലാം തന്നെ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പരിശോധനാ ഫലം വന്നതിനു ശേഷം മാത്രമേ ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ.